ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയും ഈ ലോകത്തിൻ്റെ പൗരനായി ജനിക്കുകയാണ്. അവൻ്റെ മാതാപിതാക്കൾ ഏത് രാജ്യത്തിൻ്റെ പൗരന്മാരാണോ, കുഞ്ഞുങ്ങൾ ആ രാജ്യത്തിൻ്റെ പൗരന്മാരായി തീരുകയാണ്. എന്നാൽ ചില രാജ്യത്തിൻ്റെ പൗരന്മാരാകാൻ വേണ്ടി പണം കൊടുത്ത പൗരത്വം വാങ്ങിയതായിട്ട് നമുക്ക് ബൈബിൾ കാണാം. പൗലോസ് റോമ പൗരനായി ജനിച്ചു എന്ന് പറയുമ്പോൾ സഹസ്രാധിപൻ പറയുകയാണ് താൻ പണം കൊടുത്ത് നേടിയെന്നാണ്. നാം ഇന്ത്യയിൽ ജനിക്കുന്നവർ ഇന്ത്യ പൗരന്മാരാണ്. നമുക്ക് ഇന്ത്യ പൗരന്മാർ അവരവരുടെ രാജ്യത്ത് ജനിക്കുന്ന വ്യക്തികൾക്ക് അവരവരുടെ രാജ്യത്തെക്കുറിച്ച് ഒരു അഭിമാനമുണ്ട്. നാം ഇന്ത്യയിൽ ജനിച്ചാൽ നമുക്ക് ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് ഒരു അഭിമാനമുണ്ട്. കാരണം അത് നമ്മൾ ആ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. അങ്ങനെ നമ്മൾ ആ രാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കുമ്പോൾ നമുക്ക് ആ രാജ്യത്തെക്കുറിച്ച് നമ്മൾ അഭിമാനം കൊള്ളുന്നത് പോലെ തന്നെ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. മാത്രമല്ല നാം നമ്മുടെ സമ്പാദ്യവും മുഴുവനും ആ രാജ്യത്താണ് നാം സൂക്ഷിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലല്ല നാം സൂക്ഷിക്കുന്നത്. നമ്മൾ ഏത് രാജ്യത്തിൻ്റെ പൗരന്മാരാണോ ആ രാജ്യത്താണ് നമ്മുടെ സമ്പാദ്യങ്ങൾ നാം സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. എങ്ങനെയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നത്? നാം ഈ ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരും ഈ ലോകത്തിൻ്റെ പൗരന്മാരാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരും പാപികളാണ്. പാപികളായ നാം പാപത്തിൽ ജീവിച്ച് മരിച്ച് നമ്മൾ നരകത്തിൽ പോകേണ്ടവരായിരുന്നു. എന്നാൽ ഈ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, അതെന്ന് വെച്ചാൽ നിത്യനരകമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു, നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് ക്രൂശിൽ മരിച്ചു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു. നാം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് നമുക്ക് പകരമായിട്ട് വന്നു. നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പകരമായി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിൽ ജീവിക്കുകയാണ്. നാം അവനെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപികളായ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ഈ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കാരണം നമുക്ക് വേണ്ടി വന്ന നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വന്ന കർത്താവിന് വിശ്വസിച്ചുകൊണ്ട് അവനിൽ വിശ്വസിച്ചുകൊണ്ട് നാം ആ കർത്താവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും. അതോടൊപ്പം നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരായിട്ട് തീരുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ഉള്ളവരുടെ വ്യക്തികളുടെ മക്കളാകാം. അതേസമയം നാം കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നാം അത് വിശ്വസിച്ച് കഴിയുമ്പോൾ നാം സ്വർഗത്തിലെ പൗരന്മാരായിട്ട് തീരും. അപ്പോൾ ആ സ്വർഗത്തിലെ അവരെ കൊണ്ട് പറയുകയാണ് അവരെ ഇനി കർത്താവ് ചേർക്കുവാനായിട്ട് വരും എന്നുള്ളത് പറയുന്നുണ്ട്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ പൗരന്മാരായിട്ട് പോയി. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കായി സ്ഥലം യോഹന്നാൻ 14-ന്റെ 1-ാം അധ്യായത്തിൽ 1-2 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നാം ഈ ലോകത്തിനുള്ളവരല്ല, അതുകൊണ്ട് ഈ ലോകത്തിനായി ജീവിക്കേണ്ടവരുമല്ല. സ്വർഗത്തിലെ പൗരന്മാരായതുകൊണ്ട് സ്വർഗത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചും ജീവിക്കേണ്ടത് ആവശ്യമല്ല. മാത്രമല്ല മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം കാണുന്നത്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. അപ്പോൾ നാം സ്വർഗത്തിലെ പൗരന്മാരാണെന്ന് അറിഞ്ഞ് നാം കർത്താവ് നമുക്ക് വേണ്ടി തിരിച്ചു വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വരൂപം ഈ പുഴുവും തുരുമ്പും കൊടുക്കുന്ന ഈ ലോകത്തിൽ സ്വരൂപിക്കാതെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ സ്വർഗീയ ഭവനമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമ്പത്ത് സ്വർഗത്തിൽ സ്വരൂപിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത നമ്മളെ വിലയ്ക്ക് വാങ്ങിയ കർത്താവ് നമുക്കായി ഭവനം ഒരുക്കുവാൻ പോയിരിക്കുകയാണല്ലോ സഹോദരിമാരെ. അപ്പോൾ ആ ഭവനം ഒരുക്കുവാൻ പോകുന്ന നാം ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച് അവസാനിക്കാതെ നമ്മുടെ സമ്പത്ത് സ്വർഗത്തിൽ സ്വരൂപിക്കുവാൻ
ഈ ലോകത്തിൽ സ്വരൂപിക്കുന്നത് അത് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യും. എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചാൽ അതെന്നും സുസ്ഥിരമായിരിക്കുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അനേക വർഷം ആഫ്രിക്കൻ രാജ്യത്ത് കർത്താവിൻ്റെ വേല ചെയ്ത എഫ് ചാൾസ് തിരിച്ചു തൻ്റെ സ്വദേശമായ അമേരിക്കയിലേക്ക് മടങ്ങിയാണ്. അന്ന് വിമാനയാത്രയിൽ അമേരിക്കയുടെ അംബാസഡറും ആ വിമാനത്തിലുണ്ട്. വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അംബാസഡറെ സ്വീകരിക്കുവാൻ പുഷ്പമാലകളോട് അനേകർ കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വീകരിച്ച കാറിലേക്ക് ആനയിച്ചു. ഇറങ്ങി വന്ന ഈ മിഷണറി വിചാരിച്ചു എന്നെ സ്വീകരിക്കുവാൻ ഒരാളെങ്കിലും കാണും. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. എല്ലാം വിട്ട് ആഫ്രിക്കയിൽ പോയി അവിടെ വെച്ച് ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം നഷ്ടമായി. ഞാൻ തിരികെ വന്നപ്പോൾ ആരും എന്നെ സ്വീകരിക്കുവാനില്ലല്ലോ. എന്നാൽ പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പറഞ്ഞു, ചാൾസെ, നീ നിൻ്റെ രാജ്യത്തിൽ എത്തിയിട്ടില്ല. നീ നിൻ്റെ രാജ്യത്തിലേക്ക് വരുമ്പോൾ നിന്നെ സ്വീകരിക്കുവാൻ ഞാനും എൻ്റെ സൈന്യവും ഉണ്ടാകും. അതെ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തേഫാനോസ് മരിക്കാൻ നേരത്ത് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടു കർത്താവ് ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും അവൻ എതിരേൽപ്പാനായിട്ടിരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതേ, ചാൾസിന് ആ ദർശ്യം അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് അവൻ്റെ ഹൃദയം തുള്ളി. അതെ, ഇതെൻ്റെ രാജ്യമല്ല, ഞാൻ എൻ്റെ വീട്ടിൽ എത്തിയിട്ടുമില്ല. പ്രിയരെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഈ ലോകത്തിൽ നാം അന്യരും പരദേശികളും നിന്ദിതരുമായിരിക്കാം. നമ്മെ അറിയുന്നവർ ആരുമില്ല എന്ന് വന്നേക്കാം. നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല, കാരണം നാം സ്വർഗീയ പൗരന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ നിക്ഷേപങ്ങളെ സ്വർഗത്തിൽ സ്വരൂപിക്കുവാനും നമ്മുടെ കർത്താവിൻ്റെ വരവിനായി നോക്കി പാർത്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.